നമുക്കൊപ്പം ചേരുകയാണ് അനുമോദ. നമ്മൾ ഒരുപാട് വലിയ പോളിംഗ് ശതമാനം പ്രതീക്ഷിച്ച മണ്ഡലമാണ് വയനാട്. പക്ഷെ ചരിത്രത്തിലെ ഏറ്റവും മണ്ഡല രൂപീകരണത്തിന് ശേഷം ചരിത്രത്തിലെ ഏറ്റവും കുറവ് പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. എന്തുകൊണ്ടാണ് വോട്ട് ശതമാനം കുറഞ്ഞത് എന്നുള്ള പോളിംഗ് ശതമാനം കുറഞ്ഞത് എന്നുള്ളത് പരിശോധിക്കണമെന്ന് പറയുമ്പോഴും പ്രതീക്ഷയ്ക്കൊട്ടും കുറവില്ല. എ.പി. അനിൽകുമാറിനും മറ്റു മുന്നണികൾക്കും ഇത് തങ്ങളുടെ വോട്ടല്ല കുറഞ്ഞത്, തങ്ങളുടെ വോട്ടിൽ ഒരു കുറവും വന്നിട്ടില്ല എന്നാണല്ലോ പറയുന്നത്. എന്താണ് ചർച്ചകൾ, ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്നു? അശ്വതി, ഗുഡ് മോർണിംഗ്. മണ്ഡലത്തിലെ ഏറ്റവും കുറവ് പോളിംഗ് തന്നെയാണ് വയനാട് രേഖപ്പെടുത്തിയത്, 64.72. അത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത 70% താഴേക്ക് പോളിംഗ് വരുമെന്ന് ഒരു മുന്നണിയും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഇതിന്റെ കാരണമായിട്ട് പ്രധാനമായിട്ടും വിലയിരുത്തുന്നത് നമ്മൾ UDF-ന്റെ അവകാശവാദങ്ങൾ വലിയ തോതിൽ ചർച്ചയായ മണ്ഡലത്തിൽ UDF-ന്റെ ഇതിൽ വിശദീകരണമാണ് ആദ്യം പങ്കുവയ്ക്കുന്നത്. 2019-ലും 2024-ലും ഉണ്ടായ ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഉണ്ടായത്. 2019-ൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് രാഹുൽ ഗാന്ധിക്ക് എല്ലാവരും കൂടുതലായിട്ട് വന്ന് വോട്ട് ചെയ്തത്. 2024 ആകട്ടെ കേന്ദ്രത്തിൽ ആര് വരും എന്നറിയാത്ത ഒരു സാഹചര്യം, അത്തരത്തിൽ വലിയ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു 2024-ലെ പൊതു തെരഞ്ഞെടുപ്പ് ഉണ്ടായത്. അപ്പോൾ അവിടെ അത്തരത്തിലുള്ള ഈ ന്യൂനപക്ഷങ്ങളുടെ ഭാഗത്തുനിന്ന് കുറെ കൂടി UDF-ന്റെ അനുകൂലമായി, രാഹുൽ ഗാന്ധിക്ക് വേണ്ടി അനുകൂലമായി വോട്ടിംഗ് നടന്നു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം ഉപതെരഞ്ഞെടുപ്പ് മാത്രമാണ്. അതായത് കേന്ദ്രത്തിൽ NDA ഭരിക്കുന്നു. അവിടെ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് കൊണ്ട് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. പ്രിയങ്ക ഗാന്ധി മത്സരിച്ച് ജയിച്ച് പ്രതിപക്ഷ നിരയിലേക്കാണ് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും 2019-ലും 2024-ലും വോട്ട് ചെയ്യാൻ കാണിച്ച ഒരു മത്സരബുദ്ധിയും ആവേശവും വോട്ടർമാരുടെ ഭാഗത്തും ഉണ്ടായിട്ടില്ല എന്നൊരു വിലയിരുത്തലാണ് UDF-ന്റെ ഭാഗത്തും പ്രധാനമായിട്ടുണ്ടായിരിക്കുന്നത്. ഇതുതന്നെയാണ് ഈ ഒരു പോളിംഗ് ശതമാനത്തിൽ കുറവ്. അതായത് എന്താണെങ്കിലും ജയിച്ചാലും പോകുന്നത് പ്രതിപക്ഷ നിരയിലേക്കാണ്. അപ്പോൾ പിന്നെ അത്ര ബുദ്ധിമുട്ടിയൊന്നും ചെന്ന് വോട്ട് ചെയ്യേണ്ടതില്ല എന്ന തരത്തിലൊരു വിലയിരുത്തൽ സാധാരണക്കാരുടെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം പ്രാഥമികമായിട്ട് കരുതുവാൻ. രണ്ടാമതായിട്ട്, നേരത്തെ ഈ മണ്ഡലത്തിൽ ഈ സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് ദിവസം പ്രവാസികളാകട്ടെ മറ്റ് സംസ്ഥാനങ്ങളിൽ പഠിക്കുന്നവരാകട്ടെ അവരൊക്കെ മണ്ഡലത്തിൽ എത്തി ക്യാമ്പ് ചെയ്ത് വോട്ട് ചെയ്ത് മടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് പൊതുതെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ. ഉപതെരഞ്ഞെടുപ്പിൽ അത് ഉണ്ടായിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ കുറെ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. മൂന്നാമതായിട്ട് വിലയിരുത്തുന്നത് 2024-ലെ പൊതു തെരഞ്ഞെടുപ്പിൽ LDF-ന്റെയും NDA-യുടെയും സ്ഥാനാർത്ഥികൾ ആനിരാജയും K. സുരേന്ദ്രനും അവർക്ക് വേണ്ടി മറുവശത്ത്, അതായത് NDA-യും LDF-ഉം ശക്തമായ പ്രചരണമാണ് അഴിച്ചുവിട്ടത്. ഇത് ഒരു വലിയൊരു മത്സരത്തിന്റെ പ്രതീതി ഉണ്ടാക്കുകയും അത്തരത്തിൽ വലിയ ഒരു പ്രചരണം നടത്തി പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്യേണ്ടതിന്റെ ഒരു ആവശ്യകത വോട്ടർമാർ, UDF അനുഭാവികളുടെ വോട്ടർമാരിൽ കൂടുതൽ ഈ ഒരു മത്സരത്തിന്റെ സാഹചര്യം തീർത്തു എന്നും വിലയിരുത്തലുണ്ട്. ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അതായത് LDF ആണെങ്കിലും NDA ആണെങ്കിലും 2024-ലെ പൊതു തെരഞ്ഞെടുപ്പിൽ നടത്തിയ പോലെയുള്ള ഒരു പ്രചാരണം നടത്തിയിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ഒന്നിച്ചു ചേർത്ത് നോക്കുമ്പോൾ ആളുകൾക്ക് ഭാഗത്തുനിന്നും പോളിംഗ് ബൂത്തിലെത്താൻ ഒരു നിസ്സംഗത ഉണ്ടായിട്ടുണ്ട് എന്നൊരു വിലയിരുത്തലാണ് പ്രാഥമികമായിട്ട് UDF-ന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. മറുവശത്താകട്ടെ LDF അടിച്ചേൽപ്പിച്ച ഒരു ഉപതെരഞ്ഞെടുപ്പാണ് എന്ന തങ്ങളുടെ പ്രചാരണം ജനങ്ങൾക്കിടയിൽ ഗുണം ചെയ്തു എന്നൊരു വിലയിരുത്തൽ നടത്തുന്നുണ്ട്. NDA ആകട്ടെ വഖഫ് വിഷയങ്ങളിൽ അടക്കം അവർ സ്വീകരിച്ച നിലപാട് ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ വോട്ടിങ്ങിലും പ്രതിഫലിച്ചിട്ടുണ്ട് എന്നാണ് അവരുടെയും വിലയിരുത്തലുള്ളത്. എന്തുതന്നെയാണെങ്കിലും UDF-നെ സംബന്ധിച്ച് 5 ലക്ഷം എന്ന വലിയൊരു ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും രാഹുൽ ഗാന്ധി 2024-ൽ നേടിയതിനേക്കാൾ വോട്ട് നേടിക്കൊണ്ട് പ്രിയങ്ക പാർലമെന്റിൽ എത്തുമെന്ന് കണക്കുകൂട്ടലുണ്ട്. പോൾ ചെയ്തതിന്റെ 70% വോട്ടുകളെങ്കിലും UDF-ന് അനുകൂലമായിട്ട് വരുമെന്നൊരു അവകാശവാദമാണ് അവർ ഉന്നയിക്കുന്നത്. അതാണ് വയനാട്ടിലെ സാഹചര്യം. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക്